നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാർലോ അഞ്ചലോട്ടിയുടെ അരങ്ങേറ്റ മത്സരത്തിൽ ബ്രസീലിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇക്വഡോറിനെതിരെ സമനിലയായിരുന്നു. ആ കളിയിൽ ബ്രസീൽ ടീമിൻ്റെ ഡിഫൻസ് മികച്ചതായിരുന്നു, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ മുന്നേറ്റ നിര നനഞ്ഞ പടക്കമായി പോയി. സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാർലോ അഞ്ചലോട്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം അത് തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ബ്രസീൽ മാധ്യമം ഗ്ലോബോ ബ്രസീൽ ടീമിൻ്റെ ട്രെയിനിങ് സെഷനിലെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദമായിട്ട് റിപ്പോർട്ട് ഇടുന്നുണ്ട്. ബ്രസീൽ വേഴ്സസ് പരാഗ്വയ് മത്സരം നാളെയാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 6:15 ആ കളി. മത്സരം വിജയിച്ചാൽ ബ്രസീലിന് ക്വാളിഫിക്കേഷൻ ലഭിക്കാനുള്ള സാധ്യത നിലനിൽക്കവേ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇപ്പോൾ കോച്ച് ചിന്തിക്കുന്നില്ല. മുന്നേറ്റ നിരയിൽ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. മുന്നേറ്റത്തിൽ എന്തായാലും റാഫീഞ്ഞ മടങ്ങിയെത്തുകയാണ്. അപ്പോൾ അദ്ദേഹം എസ്റ്റവായവില്ലിന് പകരം അദ്ദേഹം പ്ലേയിങ് ലെവലിലേക്ക് വരും. ഒപ്പം തന്നെ മാത്യൂസ് കുഞ്ഞയെ സ്ട്രൈക്കറാക്കാനുള്ള തീരുമാനത്തിലേക്ക് കൂടി അദ്ദേഹം കടക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ മത്സരത്തിൽ റിച്ചാലിസനായിരുന്നു മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത്. പകരം മാത്യൂസ് കുഞ്ഞയെ സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കോച്ച് പോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ട്. ആരൊക്കെയാണ് ബ്രസീലിൻ്റെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഗോൾ കീപ്പറായിട്ട് ആലിസൺ, ഡിഫൻസിൽ വാൻഡേഴ്സിനും മാർക്കിനോസും അലക്സും അലക്സാൻഡ്രോയും, മധ്യനിരയിൽ കാസമിറോ, ബ്രൂണോ ഗുയിമറസ്, ഗേഴ്സൺ. സെയിം മധ്യനിര കൊണ്ട് ഇറങ്ങുകയാണ്. ആരാധകർക്ക് അത് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്നറിയില്ല. എന്നാൽ പോലും മുന്നേറ്റത്തിൽ അദ്ദേഹം മാറ്റങ്ങൾ വരുത്തുന്നു. റാഫീഞ്ഞ, മാത്യൂസ് കുഞ്ഞ, വിനി ജൂനിയർ എന്നിവർ മുന്നേറ്റങ്ങൾ നയിക്കും. മികച്ച ഒരു വിജയം നേടുക, വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കുക, ഇതാണ് കാർലോ അഞ്ചലോട്ടി ലക്ഷ്യം വെക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.